Good morning. Good morning. Okay. കുട്ടികളായാലെല്ലാം ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞോ? പെരുന്നാളൊക്കെ ആയതുകൊണ്ടാണോ ഇന്ന് കുട്ടികൾ കുറവ് ജോയിൻ ചെയ്ത് വന്നേ ഉള്ളൂ? 2 പേരായിട്ടുള്ളൂ. എല്ലാവരും പെരുന്നാളൊക്കെ ആഘോഷിച്ചോ? ഓക്കെ ആയിരിക്കും. ഓക്കെ അല്ലെ, എല്ലാവരും ഒക്കെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെ, അതിന്റെയൊക്കെ തിരക്കിലായിരിക്കും. ഓക്കെ, നമുക്ക് 12 നമുക്ക് ജോയിൻ ചെയ്യണവര് ചെയ്യട്ടെ അല്ലെ. നമ്മള് ലാസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ കൂടി ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ കഴിയാനായിട്ട്. നമ്മളെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ചലഞ്ചസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. അതിനകത്ത് ഓരോ പോയിന്റ്സുകളുടെ ഏറ്റവും ഗുഡ് മോർണിംഗ്. അപ്പൊ അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ഒരു പോയിന്റും കൂടി ഉള്ളൂ, അതുകൂടി കഴിഞ്ഞ് നമ്മുടെ ആ ചാപ്റ്റർ തീരും. പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ലാസ്റ്റ് സെക്ഷൻ ആണ്. പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്. പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് അപ്പൊ അതായത് ഹോസ്പിറ്റലിലെ പെർഫോമൻസ്, നമ്മുടെ ആ പ്രകടനം, ഹെൽത്ത് കെയറിലുള്ള പെർഫോമൻസ് നമുക്ക് എന്താ അതില് നമുക്ക് കുറച്ച് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത് ആവശ്യമാണ്. അതായത് ഇപ്പോ നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി നേരിടുന്ന ചലഞ്ചുകളെ നമുക്ക് അതിനെ നേരിടാനായിട്ട്, ആ ചലഞ്ചുകളെ നേരിടാനായിട്ട് ഇപ്പോ നമുക്ക് ഹെൽത്ത് കെയറിൽ കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. പൂർണ്ണമായിട്ടും നമുക്ക് എല്ലാ ഫെസിലിറ്റികളും അല്ലെങ്കിൽ എല്ലാ 100% ഓക്കെ ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ നമുക്ക് വളരെ എന്താ പറയാ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ശരിക്കും കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് അവിടെ ഒരു 3 പാരഗ്രാഫായിട്ട് പറയുന്നുണ്ട്. അത് ശരിക്കും ഒരു കൺക്ലൂഷൻ പോലെയാണ് നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്. GeoVis Incorporation provides client with the expertise to successfully address the many challenges of the marketplace and reach optimal performance. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് GeoVis Incorporation ക്ലയൻസിനൊക്കെ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു ഇൻകോർപ്പറേഷൻ ആണ് GeoVis Incorporation എന്ന് പറയുന്നത്. പ്രൊവൈഡ്സ് ക്ലയൻസിന് എന്താ പ്രൊവൈഡ് ചെയ്യുന്നേ? GeoVis Incorporation provides clientന് എന്താ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ with the expertise to successfully address the many challenges of the marketplace and reach optimal performance. മാർക്കറ്റിലുള്ള മാർക്കറ്റ് പ്ലേസിലുള്ള നിരവധി വെല്ലുവിളികളെ വിജയകരമായിട്ട് ഫേസ് ചെയ്ത് അഭിമുഖീകരിക്കുന്നതിനും നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റീച്ച് ഒപ്റ്റിമൽ പെർഫോമൻസ്, കൂടുതലും മെച്ചമായിട്ടുള്ള കുറച്ചും കൂടി മെച്ചപ്പെട്ടുള്ള ഒരു പെർഫോമൻസ് പ്രകടനത്തിൽ എത്തുന്നതിനുമുള്ള ഒരു വൈദഗ്ധ്യം നമുക്ക് GeoVis Incorporation ക്ലയൻസിന് എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ GeoVis Incorporation provide clients with the expertise to successfully address the many challenges of the marketplace. അതായത് മാർക്കറ്റിലെ വെല്ലുവിളികളെ വിജയകരമായിട്ട് അത് അഭിമുഖീകരിക്കുന്നതിനും പിന്നെ റീച്ച് ഒപ്റ്റിമൽ പെർഫോമൻസ്, മികച്ച ഒരു പ്രകടനത്തിലേക്ക് ആ പെർഫോമൻസിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വൈദഗ്ധ്യം ഈ GeoVis Incorporation ക്ലയൻസുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് 2 സെന്റൻസ് ഒന്ന് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഫസ്റ്റത്തെ എന്താ പറഞ്ഞേക്കുന്നത്? ഇത് expertise to successfully address the many challenges of the marketplace. മാർക്കറ്റിലുള്ള വിവിധ ചലഞ്ചുകളെ, വെല്ലുവിളികളെ വിജയകരമായി അഭിമുഖീകരിക്കുന്നതിനും അതിനെ ഫേസ് ചെയ്യുന്നതിനും. അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഫേസ് ചെയ്യുക, വിജയകരമായിട്ട് അഭിമുഖീകരിക്കുക, അല്ലെങ്കിൽ ഫേസ് ചെയ്യുക എന്നുള്ള മീനിങ്ങാണ്. പിന്നെ ആൻഡ് റീച്ച് ഒപ്റ്റിമൽ പെർഫോമൻസ്, മികച്ച ഒരു പെർഫോമൻസിലേക്ക്, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രകടനത്തിലേക്ക് എത്തുന്നതിനുമുള്ള ഒരു വൈദഗ്ധ്യം ഈ GeoVis Incorporation ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
Within depth knowledge of best practices combined with the real world operation experience, our experts quickly evaluate the options and develop sustainable solution. Within depth knowledge of best practice, അതായത് നമുക്ക് ഇവിടെ നമുക്ക് ആഴത്തിലുള്ള ഒരു നോളജ് ഹെൽത്ത് കെയറിൽ ഇൻഡസ്ട്രിയില് ഉള്ള അവിടുത്തെ ഒരു നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിനെ കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള ഒരു അറിവ്, അത് കമ്പൈൻ വിത്ത് റിയൽ വേൾഡ് ഓപ്പറേഷൻ എക്സ്പീരിയൻസ്, നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഒരു അനുഭവമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പേർട്സ് expert എന്ത് ചെയ്യുന്നു, ക്വിക്കലി ഇവാലുവേറ്റ് ദ ഓപ്ഷൻസ്, ഓപ്ഷൻസ് ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ചലഞ്ചുകളെ നേരിടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ അതിലേക്ക് ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളത്, ആ ഓപ്ഷനുകളെ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ഒരു നമ്മുടെ എക്സ്പേർട്സ് എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, വിലയിരുത്തുകയും അതിനനുസരിച്ച് ആൻഡ് ഡെവലപ്പ് സസ്റ്റൈനബിൾ സൊല്യൂഷൻ, ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു സൊല്യൂഷൻ വികസനവും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ അത് പറഞ്ഞേക്കുന്നത് നമുക്ക് ഈ ജോബിസ് ഇൻകോർപ്പറേഷൻ ക്ലയൻസിന് നമുക്ക് ഈ ഇപ്പോൾ ഉള്ള ചലഞ്ചുകൾ, മാർക്കറ്റിലുള്ള വിവിധ വെല്ലുവിളികളെ നമുക്ക് ഒരു നല്ല രീതിയിൽ അല്ലെങ്കിൽ ആ ചലഞ്ചുകളെ നല്ല രീതിയിൽ അഭിമുഖീകരിക്കാനും അല്ലെങ്കിൽ നമുക്ക് അതിന് നമുക്ക് അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ഒരു നല്ലൊരു വിജയത്തിലേക്ക് എത്താനും, അതുപോലെ നമ്മുടെ പെർഫോമൻസ് മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാനും ജോബിസ് ഇൻകോർപ്പറേഷൻ ഈ ക്ലയൻസിന് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടി എന്താ ചെയ്യുന്നത്, ആഴത്തിലുള്ള ഒരു അറിവ് നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു സിസ്റ്റത്തില് അതിലുള്ള ആഴത്തിലുള്ള അറിവ് ഉപയോഗിച്ചുകൊണ്ടും ഇപ്പോ യഥാർത്ഥത്തിലുള്ള അത് ഏതുമായിട്ട് സംയോജിപ്പിച്ച് കമ്പൈൻ വിത്ത് റിയൽ വേൾഡ് ഓപ്പറേഷൻസ്, നമ്മുടെ ഇപ്പോഴുള്ള ആ പ്രവർത്തനങ്ങളുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് ആ ഒരു ഫീൽഡിലുള്ള ആഴത്തിലുള്ള ഒരു അറിവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എക്സ്പേർട്ടുകള് ക്വിക്കായിട്ട് അതിനെ അസസ് ചെയ്യുക, എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിന് മൂല്യനിർണ്ണയം നടത്തുക, ആ ഓപ്ഷനുകളെ ഇവാലുവേറ്റ് ചെയ്യുകയും എന്ത് ചെയ്യുന്നു, ആൻഡ് ഡെവലപ്പ് സസ്റ്റൈനബിൾ. അപ്പൊ അതിന് എന്ത് ചെയ്യുക, ഒരു നല്ലൊരു സൊല്യൂഷൻ, സുസ്ഥിരമായിട്ടുള്ള ഒരു സൊല്യൂഷൻ വികസിപ്പിക്കുകയും ചെയ്യുന്നു. അത്രയാണ് ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ മാത്രം നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക ആ പാരഗ്രാഫിൽ നിന്ന്. അപ്പൊ എന്തൊക്കെയാണ് വെല്ലുവിളികൾ, അതിനെ ഹെൽത്ത് കെയർ എക്സ്പേർട്സ്, നമ്മുടെ എക്സ്പേർട്സുകള് അതിനെ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനുള്ളൊരു സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ സുസ്ഥിരമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഫ്രം എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പോയിന്റ് ഓഫ് വ്യൂ, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ point of view, വീക്ഷണത്തില് our outcome would indeed be very disappointing as there are no ready-made shortcuts on the offer to improve the outcomes. അപ്പൊ ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു വീക്ഷണത്തില് നമ്മുടെ അക്കൗണ്ട് എപ്പോഴും എങ്ങനെയാണ്, ഒരു ഡിസപ്പോയിന്റിങ് ആണ്, അതായത് എന്താ, ഒരു നിരാശാജനകമാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് കാര്യങ്ങള് നമ്മൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് അതിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല, തികച്ചും എന്താ ഒരു നിരാശാജനകമാണെന്നാ പറഞ്ഞേക്കുന്നത്. എന്തുകൊണ്ടാ, there are no ready-made shortcuts on the offer to improve the outcome. നമ്മുടെ ഔട്ട്കം ഇംപ്രൂവ് ചെയ്യാനായിട്ട് വേറെ ഷോർട്ട് കട്ടുകളൊന്നും അവിടെ ഓഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ വെല്ലുവിളികളെ നമുക്ക് ഫേസ് ചെയ്യാനോ അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനോ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. However, it is important to realize that health is a social phenomenon and a public hospital is a social institution. ഓക്കെ, അപ്പൊ എന്നിരുന്നാലും ഇതെന്താ, നമ്മള് ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഫിനോമിന ആണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം, മനസ്സിലാക്കണം അല്ലെ. ഒരാളിന് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല ഹെൽത്ത് എന്ന് പറഞ്ഞാൽ.
അല്ലെ? ഒരു സോഷ്യൽ ഫിനോമിനയാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? റിയലൈസ് ചെയ്യണം. It is important to realize that health is a social phenomena. കണ്ടോ? സോ ഒരു സോഷ്യൽ ഫിനോമിനൺ ആണ് ഹെൽത്ത് എന്നുള്ളതും. ആൻഡ് എ പബ്ലിക് ഹോസ്പിറ്റൽ ഈസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താ? പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നും നമ്മൾ റിയലൈസ് ചെയ്യണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. It is important to realize that health is a social phenomena and a public hospital is a social institution. ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഫിനോമിന ആണെന്നും നമ്മുടെ പബ്ലിക് ഹോസ്പിറ്റലുകൾ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നും നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. Then it cannot be studied in a isolation from a societal condition in which it operates. അതുപോലെ തന്നെ അത് പ്രവർത്തിക്കുന്ന ആ ഒരു പബ്ലിക് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് അതിനെ ഒറ്റപ്പെട്ട് നിർത്താനോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടുള്ള ഒരു പഠനം പഠിക്കാൻ കഴിയില്ലെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് അതിനെ ഒറ്റപ്പെട്ട് നമുക്ക് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അതിനെ ഒറ്റപ്പെട്ട് നിർത്തിക്കൊണ്ടുള്ള ഒരു പഠനം നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയില്ല. അതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുകൊണ്ട് അതിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പഠനോ അല്ലെങ്കിൽ അവിടെ മാത്രം ഒരു ഇംപ്രൂവ്മെന്റോ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് നടത്താനായിട്ട് ശരിക്കും എന്താ കഴിയില്ല. പഠിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. The analysis presented here is confirmatory with this reality. എന്താ ഇവിടെ അവതരിപ്പിക്കുന്ന ആ ഒരു വിശകലനം നമുക്ക് യഥാർത്ഥവുമായിട്ട് പൊരുത്തപ്പെടുന്നതാണ്. അവിടെ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു യഥാർത്ഥവുമായിട്ട് റിയാലിറ്റി ആയിട്ട് പൊരുത്തപ്പെടുന്നതാണ്. ഓക്കെ. ഇനി however we are sure that there still are public hospitals that offer much to learn in terms of internal working of these hospitals for improving the service of a public hospital. നമുക്കറിയാം പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസിന്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു സർക്കാരിന്റെ ഒരു ഉടമസ്ഥതയിൽ വരുന്ന ഹോസ്പിറ്റലുകൾ അല്ലെ? പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഹോസ്പിറ്റലുകളാണ് പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എന്നാലും പബ്ലിക് ഹോസ്പിറ്റലിന്റെ ആ ഒരു സേവനങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്തുന്നതിന് പബ്ലിക് ഹോസ്പിറ്റലിന്റെ ആ സർവീസ് അവിടുത്തെ സർവീസുകൾ അല്ലെങ്കിൽ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നത് ഈ ഹോസ്പിറ്റലിന്റെ ഒരു ആന്തരിക പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ചലഞ്ചുകളെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരിടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനായിട്ട് ധാരാളം കാര്യങ്ങൾ ഓഫർ ചെയ്യുന്ന ഒരു പബ്ലിക് ഹോസ്പിറ്റല് ഇപ്പോഴും ഉണ്ട്. അതായത് ഇപ്പോഴും അങ്ങനെയുള്ള പബ്ലിക് ഹോസ്പിറ്റലുകളും നിലവിലുണ്ടെന്ന് പറഞ്ഞത് എല്ലാത്തിന്റെയും ഒന്നടക്കം പറയല്ല. അതായത് പബ്ലിക് ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് അവിടുത്തെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ആന്തരികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനും അതനുസരിച്ച് മെച്ചപ്പെടുത്താനും പറ്റുന്ന പബ്ലിക് ഹോസ്പിറ്റലുകള് ഇന്ന് ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. അതാണ് ആ ഒരു സെന്റൻസിൽ പറഞ്ഞേക്കണേ. The analysis presented here is in hospitals in however we are sure that നമുക്ക് ഉറപ്പുണ്ട്. however we are sure that there still are public hospitals that offer much to learn in terms of internal working of this hospital for improving the services of a public hospital. എന്നാലും പബ്ലിക് ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് എന്ത് വേണം? അതിനുള്ള ഫെസിലിറ്റികളെ കുറിച്ച് പഠിക്കണം അല്ലെ? എന്തൊക്കെ കാര്യങ്ങളാണ് ഓൾറെഡി ഉള്ളത്, ഇനി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ കൊണ്ടുവരുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് ധാരാളം കാര്യങ്ങൾ ഓഫർ ചെയ്യുന്ന ഒരു പബ്ലിക് ഹോസ്പിറ്റല് നമ്മൾക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതില് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.
ഇനി ലാസ്റ്റ് ഒരു പാരഗ്രാഫ് ഇവിടെ കൺക്ലൂഷൻ ആണ്. അതുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും എന്താണ് മൊത്തത്തിൽ പറഞ്ഞേക്കണേന്നുള്ളത്. ഓക്കെ, ടേക്കൺ ഓവറോൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ദ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ദ കൺട്രി സ്റ്റാൻഡ് അറ്റ് എ ക്രോസ് റോഡ്സ്. ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കത് എന്താ ഒരു വഴിത്തിരിവിലാണ്. ശരിക്കും ഒരു വഴിത്തിരിവിലാണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഒരു വഴിത്തിരിവിലാണ്. കൺട്രി സ്റ്റാൻഡ്സ് അറ്റ് എ ക്രോസ് റോഡ്സ് where there is a little in the present system that is emulating. Emulating എന്ന് വെച്ചാൽ അനുകരിക്കുക. Emulating എന്ന് പറഞ്ഞാൽ മൂല്യമുള്ള. എന്താ പറഞ്ഞേക്കണേ, മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഓവറോൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞത് എന്തിലാണ്? ഒരു വഴിത്തിരിവിലാണ് നിൽക്കുന്നത്. അതായത് നമുക്ക് നോക്കിയേ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്ക ഒരു വഴിത്തിരിവിലാണ്. അതായത് നമുക്കല്ല പൂർണ്ണമായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പൊ പൂർണ്ണമായിട്ടും എല്ലാ ഫെസിലിറ്റികളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കുന്ന ഒരു ഹോസ്പിറ്റൽ ശരിക്കും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അത് ഇംപ്രൂവ് ചെയ്യാൻ ഇനിയും കുറേ കാര്യങ്ങള് ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് വന്നെങ്കിൽ പോലും പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും ശരിയായി നടക്കുന്ന ഹോസ്പിറ്റൽ ശരിക്കും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്താ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ട ഒരു ഇംപ്രൂവ് ചെയ്യാനുള്ള പല മാതൃകകളും ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം എങ്ങനെയാണ്? ഒരു വഴിത്തിരിവിലാണ്. സ്റ്റാൻഡ്സ് അറ്റ് എ ക്രോസ് റോഡ്സ് ഒരു വഴിത്തിരിവിലാണ്. where there is a little in the present system that is emulating. അതായത് എന്താ പറഞ്ഞ ഒരു അനുകരിക്കാനായിട്ട്, അതായത് ഇന്നത്തെ സംവിധാനത്തെ നമുക്ക് അനുകരിക്കാനായിട്ടുള്ള ഒന്നും തന്നെയില്ല. അതായത് ഇപ്പൊ അത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്തേക്കാണ് അല്ലെ. അപ്പൊ ഇന്നത്തെ സംവിധാനത്തെ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് ഒന്നും തന്നെയില്ല. എങ്കിലും എന്താ അവിടെ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞേക്കാം. എങ്കിലും അത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എന്താ നമുക്ക് ഈ ശരിയായ രീതിയിൽ നടക്കുന്ന ഹോസ്പിറ്റലുകള് എന്താ നമുക്ക് ഇല്ല എന്ന് തന്നെ പറയാം. മൊത്തത്തില് കേട്ടോ കൃത്യമായ എല്ലാ കാര്യങ്ങളും ശരിയായി നടക്കുന്ന ഹോസ്പിറ്റൽ, ചെറിയ ഫോൾട്ടെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് 100% നമുക്ക് ഷുവറായിട്ട് നമുക്ക് അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. When the difficulties appear, when the difficulties appear insurmountable, എന്ന് വെച്ചാൽ മറികടക്കാനാവാത്ത, insurmountable മറികടക്കാൻ പറ്റാത്തതാണ്. When the difficulties appear insurmountable, അതായത് മറികടക്കാൻ പറ്റാത്തതാണ്. The solution lies in propagating and creating space for an alternative paradigm, both in the realm of theory and practice. പറഞ്ഞേക്കുന്നത് എന്നാലും നമുക്ക് ഈ ബുദ്ധിമുട്ടുകളെ നമുക്ക് ആ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയില്ലെന്ന് തോന്നുന്ന പോലും അതിനുള്ളതായിട്ടുള്ള ആ ഒരു മാതൃക നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുക അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അതിനൊരു പരിഹാരം. നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും നമുക്ക് എല്ലാ രീതിയിലും 100% ഓക്കെ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലുകൾ നമുക്ക് കൊണ്ടുവരുന്നെങ്കിൽ അതിന് നമുക്കൊരു സൊല്യൂഷൻ എന്താ? അതിന് വേണ്ടിയിട്ടുള്ള അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ചും കൂടി പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള മാതൃകകള് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ. പാരഡൈം എന്ന് പറഞ്ഞാൽ മാതൃക, ഓൾട്ടർനേറ്റീവ് പാരഡൈം മാതൃക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെം തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്രാജ്യം എന്നാണ്. ആ ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ ഹെൽത്ത് കെയറില് ഇങ്ങനെയുള്ള ആ മൊത്തം
കാര്യങ്ങൾ ഓക്കെ ആക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള ഈ പ്രസന്റ് കണ്ടീഷൻ ആണെങ്കിൽ പോലും നമുക്ക് എന്താ നമുക്ക് ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തില് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുകയും അതിനുള്ള ഒരു മാതൃകകള് സൃഷ്ടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത്. And in order that the theory gains in validity, it must develop a language to articulate people struggle for an alternative development paradigm. Virility എന്ന് പറഞ്ഞാൽ വീര്യം. Virility. In order that the theory gains in validity, it must develop language to articulate people's struggles for an alternative development paradigm. അതായത് നമുക്ക് ഈ ഒരു തിയറിക്ക് നമുക്ക് ആ ഹെൽത്ത് കെയറിൽ ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്ന ആ ഒരു ഇതിന് നമുക്ക് എന്താ കൂടുതൽ വീര്യം ലഭിക്കണമെങ്കിൽ അങ്ങനെയുള്ള മാതൃകകള് നമ്മളുടെ ആവിഷ്കരിക്കുന്നതിനുള്ള ഒരു ഭാഷ വികസിപ്പിക്കണം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് സ്ട്രഗിൾസ് ഫോർ ആൻ ഓൾട്ടർനേറ്റീവ് ഡെവലപ്മെന്റ് പാരഡൈം. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ, ഹോസ്പിറ്റൽസ് ഫേസ് ചെയ്യുന്ന എല്ലാ സ്ട്രഗിൾസിനെയും എല്ലാ വെല്ലുവിളികളെയും മെച്ചപ്പെടുത്താനായിട്ട് ഒരു മാതൃക ഇനിയും കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതാണ് ആ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നേക്ക്. ഇറ്റ് മസ്റ്റ് ഡെവലപ്പ് എ ലാംഗ്വേജ് ടു ആർട്ടിക്കുലേറ്റ് പീപ്പിൾ സ്ട്രഗിൾ ഫോർ ആൻ ഓൾട്ടർനേറ്റീവ് ഡെവലപ്മെന്റ് പാരഡൈം. ഹോസ്പിറ്റൽ ഫേസ് ചെയ്യുന്ന എല്ലാ സ്ട്രഗിൾസിനെയും, അവർ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും, നേരിടേണ്ടി വന്ന എല്ലാ പ്രശ്നങ്ങളെയും ഒക്കെ മെച്ചപ്പെടുത്താനായിട്ട് അതിനുള്ളൊരു മാതൃക ഇനിയും കൊണ്ടുവരേണ്ടതുണ്ട്. എന്താ ഈ മൊത്തത്തിൽ പറഞ്ഞേക്കുന്നത്, നമ്മുടെ പെർഫോമൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പൊ മൊത്തത്തില് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞത് ഒരു വഴിത്തിരിവിലാന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതായത് എല്ലാ രീതിയിലും പൂർണ്ണമായിട്ടും 100% എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ നമുക്കത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അതിനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കൊണ്ടുവരണം. നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ആ ചലഞ്ചുകള്, ആ സ്ട്രഗിള്, നേരിടുന്ന സ്ട്രഗിൾസിനെ മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു മാതൃക ഇനിയും കൊണ്ടുവരേണ്ടതുണ്ട്. കൺക്ലൂഷൻ ക്ലിയർ ആയോ നിങ്ങൾക്ക്? മൊത്തത്തിൽ ഒരു ആശയമാണ് പറഞ്ഞത് ലാസ്റ്റ് കേട്ടോ. നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം എന്താണ്, ഒരു വഴിത്തിരിവിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്, എല്ലാ ഫെസിലിറ്റിയിലും അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെ ഇത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ പോലും എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ നടത്തുന്ന ഒരു ഹോസ്പിറ്റല് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് കുറച്ചും കൂടി നമുക്ക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ബെറ്റർ ഒരു നല്ലൊരു ഇതിലേക്ക് ഇപ്പൊ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി നേരിടുന്ന സ്ട്രഗിൾസ്, അവർ ഫേസ് ചെയ്യുന്ന ആ വെല്ലുവിളികളെ മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു മാതൃക ഇനിയും നമ്മൾ ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ ഇനിയും കൊണ്ടുവരേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞേക്കുന്നത്. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പോലെയാണ് പറഞ്ഞു നിർത്തിയേക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്തുനിന്ന് ഇപ്പൊ നമ്മള് ആ ഫസ്റ്റ് സെന്റൻസ് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് അത്രയും ആ ഒരു ചാപ്റ്റർ നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എളുപ്പമുള്ള ചാപ്റ്റർ കേട്ടോ. ഇതൊരു ഇച്ചിരി ടഫായിരുന്നു അല്ലെ. ഇനി അടുത്തൊരു ചാപ്റ്റർ നല്ല എളുപ്പമുള്ള ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് കേട്ടിരിക്കാനും നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാവാനും ഒക്കെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിലെ മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഒന്നുകൂടെ നോക്കി പോവുക. പിന്നെ എന്താണ് വീര്യം എന്നാണ് കേട്ടോ. വീര്യം
അപ്പൊ നമുക്ക് ആ ഒരു ഇതിലേക്ക് വന്നെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ലാംഗ്വേജ്, ഒരു മാതൃക നമ്മൾ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഇനിയും കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എടുക്കുന്നത് ചാപ്റ്റർ 4 ആണ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം മൊഡ്യൂൾ 6-ലെ 4ാമത്തെ ചാപ്റ്റർ. എളുപ്പമാണ്. Hospital Information System. Hospital Information System. Okay. അപ്പൊ അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ പറയാം. എക്സ്പാൻഡഡ് ഫോമോടെ ചോദിക്കാം. HIS. HIS എന്താ എക്സ്പാൻഡഡ് ഫോം? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതൊന്ന് നോട്ട് ചെയ്യാം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, HIS. A hospital information system, HIS. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഫസ്റ്റ് സെന്റൻസ് അവിടെ നമുക്ക് എക്സ്പാൻഡഡ് ഫോം എക്സാമിന് ചോദിക്കാം. Expand HIS. In the expanded form, hospital information system is an element of health informatics that focuses mainly on the administrational needs of hospitals. എന്താ പറഞ്ഞേക്കുന്നത്? എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? is an element of health informatics. ഹെൽത്ത് ഇൻഫർമാറ്റിക്സിന്റെ ഒരു ഇലമെന്റ് ആണ്, ഒരു ഘടകമാണ്. that focus എന്തിനെ ഫോക്കസ് ചെയ്യുന്നു? മെയിൻലി ഓൺ ദ അഡ്മിനിസ്ട്രേഷണൽ നീഡ്സ് ഓഫ് ഹോസ്പിറ്റൽ. അണ്ടർലൈൻ ചെയ്തിട്ടേ. Hospital information system mainly focus mainly on the administrational needs of hospital. പ്രധാനമായിട്ടും ഹോസ്പിറ്റലുകളുടെ ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷണൽ നീഡ്സ്, അതായത് ഹോസ്പിറ്റലിന്റെ ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഫർമാറ്റിക്സിന്റെ ഒരു ഘടകമാണ് HIS. അപ്പൊ എന്താ ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്? നമുക്ക് ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ പേഷ്യന്റ് കെയർ മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെ ആയിട്ട് ഇൻഫർമേഷൻ ടെക്നോളജിയും ഡേറ്റയും അതുപോലെ ഡേറ്റ മാനേജ്മെന്റും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് ആണ് ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഹെൽത്ത് ഇൻഫർമാറ്റിക്സിന്റെ ഒരു ഇലമെന്റ് ആണ് പറഞ്ഞു. അപ്പൊ എന്താ ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിനും പേഷ്യന്റ് കെയർ മെച്ചപ്പെടുത്തുന്നതിനും എന്ത് ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയും ഡേറ്റ IT ആണ്, IT ഫീൽഡാണ് കൂടുതൽ. പേഷ്യന്റ് കെയർ മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെയുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയും ഡേറ്റ മാനേജ്മെന്റും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് ആണ് ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. IT നമ്മൾ കുറെ സോഫ്റ്റ്വെയറുകൾ നമ്മൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ HI പഠിച്ചില്ലേ? കമ്പ്യൂട്ടർ ബേസിക്. അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങൾ ഓരോ ഫീൽഡിലും നമ്മൾ ഈ വേർഡ്, എക്സൽ, പവർ പോയിന്റ്, അത് ഹോസ്പിറ്റലിലെ ആപ്ലിക്കേഷൻസ് ഒക്കെ എവിടെയാന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാ? കുറച്ചുകൂടി പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെ? നമ്മളിപ്പോ സാധാരണ നമ്മൾ കൈകൊണ്ടൊക്കെ എഴുതി ബില്ലൊക്കെ കൂട്ടിയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ദിവസം ഒന്നും എഴുതി വരില്ല അല്ലെ? മതിയാവില്ല, ഇറേഴ്സ് വരാം. പിന്നെ അതുപോലെ ടെക്നോളജി ആണെങ്കിൽ ഇപ്പൊ എല്ലാം നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇല്ലേ? അപ്പൊ നമുക്കിപ്പോ എല്ലാം ഈസി ആയിട്ട് കാൽക്കുലേഷൻസ് ആണെങ്കിൽ പെട്ടെന്ന് അല്ലെ സിസ്റ്റത്തിലാവുമ്പോഴത്തേക്കും ഇററുകൾ വരാനോ നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യാനോ അതുപോലെ തന്നെ നമുക്കിപ്പോ ഡോക്ടറിനെ കണ്ടിട്ടാണെങ്കിൽ പ്രിസ്ക്രിപ്ഷൻസ് നേരെ ഫാർമസി. ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് ഒന്നുകൂടി പറയാൻ പോകാം. അതായത് ഇത്രയൊക്കെ നമ്മുടെ ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്താൻ, ആരോഗ്യ സംരക്ഷണം നമുക്ക് തരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് തരുന്ന ആ ഒരു ഹെൽത്ത് കെയർ മെച്ചപ്പെടുത്താനായിട്ട്
പേഷ്യന്റിന്റെ കെയർ, പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ ഇല്ലേ, രോഗി പരിചരണം, അതും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, പേഷ്യന്റ് കെയർ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും, ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇൻഫർമേഷൻ ടെക്നോളജി, അവിടെ IT ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജിയും ഡേറ്റ മാനേജ്മെന്റും ഉപയോഗിക്കുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡാണ്. ഡേറ്റ മാനേജ്മെന്റ് ഉപയോഗിക്കുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡാണ് ഇത് ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്ത് ഇൻഫർമാറ്റിക്സിന്റെ ഒരു ഇലമെന്റ് ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അത് എന്തിനെ ഫോക്കസ് ചെയ്തേക്കുന്നത്? They focus mainly on the administrational needs of hospital. ഹോസ്പിറ്റലിന്റെ ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സ് ആണ്, ഭരണപരമായിട്ടുള്ള കാര്യങ്ങള് അല്ലെ. ഹെൽത്ത് കെയറില് ഇംപ്രൂവ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയറുകള്, ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പൊ രജിസ്ട്രേഷൻ, അതിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. ഇപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങള്, പിന്നെ ഓരോ പ്രൊസീജിയർ കാര്യങ്ങളും, ഇപ്പൊ അവരെ അഡ്മിറ്റ് ആക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക്, പിന്നെ ഡോക്ടർ ഇൻവെസ്റ്റിഗേഷൻ ലാബിലേക്കൊക്കെ എന്തെങ്കിലും അയക്കുവാണെങ്കിൽ, ഇതെല്ലാം നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അല്ലെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വേഗത്തിൽ നമുക്ക് ഇതാക്കാനൊക്കെ പറ്റും. അപ്പൊ എന്തിനാ ഇവര് ഫോക്കസ് ചെയ്തേക്കുന്നത്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്തിനാ ഫോക്കസ് ചെയ്തേക്കുന്നത്? അഡ്മിനിസ്ട്രേഷണൽ നീഡ്സ് ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങളെ ഫോക്കസ് ചെയ്തേക്കുന്നു. അണ്ടർലൈൻ ചെയ്തു ആ സെന്റൻസ്, ഫസ്റ്റ് ലൈൻ. അപ്പൊ 2 ക്വസ്റ്റ്യന്റെ ആൻസർ അവിടെ കിട്ടി നമുക്ക്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം HISന്റെ എക്സ്പാൻഡഡ് ഫോം ഉണ്ട്. പിന്നെ HIS എന്തിനെ ഫോക്കസ് ചെയ്തേക്കുന്നത്? ഓൺ ദ അഡ്മിനിസ്ട്രേഷണൽ നീഡ് ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. 2 കാര്യങ്ങൾ കിട്ടിയോ? ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നോക്കി. In many implementation HIS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം is a comprehensive എന്ന് പറഞ്ഞാൽ എന്താ? സമഗ്രമായ, ഇന്റഗ്രേറ്റഡ്, ഒരു സംയോജിതമായ. HIS is a comprehensive integrated information system. Underline ചെയ്തിട്ട്, HIS is a കോംപ്രിഹെൻസീവ് ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ സിസ്റ്റം, സമഗ്രമായിട്ടുള്ള ഒരു സംയോജിതമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ് HIS. ഡിസൈൻ ടു, എന്തിനാ വേണ്ടിയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്? ടു മാനേജ് ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ വശങ്ങളും. All aspects of a hospital operations such as medical administrative, medical പരമായിട്ടുള്ള ചികിത്സാപരമായിട്ടുള്ളത്, അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ചികിത്സാപരമായിട്ടുള്ളത്, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ളത്, ഫിനാൻഷ്യൽ സാമ്പത്തികമായിട്ടുള്ളത്, ആൻഡ് ലീഗൽ ഇഷ്യൂസ് നിയമപരമായിട്ടുള്ള ഇഷ്യൂസ്, ആൻഡ് കറസ്പോണ്ടിങ് പ്രോസസ് ഓഫ് സർവീസസ്. എന്താ പറഞ്ഞേക്കുന്നത്? പല കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് HIS എന്ന് പറയുന്നത്. In many implementation ഏതൊക്കെയാ? HIS is a comprehensive integrated information system. അണ്ടർലൈൻ ചെയ്തിട്ട്, comprehensive integrated information system design to. ഇനി എന്തൊക്കെ കാര്യങ്ങൾ അവിടെ മാനേജ് ചെയ്യുന്നത്? പല കാര്യം. മെഡിക്കൽ, അണ്ടർലൈൻ ചെയ്തിട്ട്, മെഡിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ, ലീഗൽ ഇഷ്യൂ ആൻഡ് ലീഗൽ ഇഷ്യൂസ്, എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സമഗ്രവും സംയോജിതവുമായിട്ടുള്ളതാണ് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ് HIS എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വിവര സംവിധാനമാണ് HIS. HIS is a comprehensive integrated information system designed to manage all the aspects of hospital operation. എല്ലാ വശങ്ങളും അല്ലെ
ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് അത് എടുത്തു പറഞ്ഞേക്കുന്നത്? മെഡിക്കൽ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള വശങ്ങളുണ്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ലീഗൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് HIS എന്ന് പറയുന്നത്. അത് ഓരോന്നും അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. മെഡിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ, ലീഗൽ ഇഷ്യൂസ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആർ ഓൾസോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നേക്കുന്നു അവിടെ. ആ പാരഗ്രാഫിൽ നിന്ന് തന്നെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആർ ഓൾസോ നോൺ ആസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. അവിടെയും എക്സ്പാൻഡഡ് ഫോം ചോദിക്കുക കേട്ടോ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ HMS or hospital management system. കിട്ടിയോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അതർവൈസ് is also known as എന്തെല്ലാം പേരിൽ അറിയപ്പെടുന്നേ? അത് അണ്ടർലൈൻ ചെയ്തിട്ടേ ആ ബ്ലാക്ക് ബോൾഡിൽ കിടക്കുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നോ ഓർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്നും അറിയപ്പെടുന്നുണ്ട്. ഉണ്ടോ? നമ്മൾ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനിൽ നമ്മൾ പഠിച്ചില്ലേ? നോസോകോമിയൽ ഇൻഫെക്ഷൻ ഓൾസോ നോൺ ആസ്. അതുപോലെ ചോദിക്കാട്ടോ അവിടെ. Hospital information system also known as hospital management software or hospital management system. ആ മൂന്ന് പേരുകളും നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. അതർ നെയിംസ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാതില്ലേ. അത്രയും കാര്യങ്ങൾ ആ പാരഗ്രാഫിൽ പഠിക്കണം. ആ പാരഗ്രാഫ് ക്ലിയർ ആയോ? എല്ലാവർക്കും? ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഫർമാറ്റിക്സിന്റെ എലമെന്റ് ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ സിസ്റ്റം. സമഗ്രവും സംയോജിതമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. എന്തിനു വേണ്ടിയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്? ഹോസ്പിറ്റലിലെ എല്ലാ വശങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളുടെയും എല്ലാ വശങ്ങളിൽ നിന്നുമുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ, മെഡിക്കൽ ആയിട്ടുള്ളതാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളതാണെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ളതാണെങ്കിലും ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ്സ് അതർവൈസ് നോൺ ആസ്, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഓർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് അല്ലെ എല്ലാവർക്കും? ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിയിട്ട് എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ? ഓക്കെ, ഒരു ടഫ് ഉള്ളത്, ഒരു എളുപ്പമുള്ളത്. ഓക്കെ, അങ്ങനെ. ഇനി അടുത്ത് നോക്കിയേ. HIS is a comprehensive, നമ്മൾ പറഞ്ഞു, it is a comprehensive, സമഗ്രമാണ്, integrated information system built for managing the operation in running healthcare facility or hospitals. Healthcare facilities or hospital. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി പ്രവർത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് നിർമ്മിച്ചിട്ടുള്ള സമഗ്രവും സംയോജിതമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ് HIS എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്തിട്ടേ. HIS is a comprehensive integrated information system built for, എന്തിനു വേണ്ടിയാ നിർമ്മിച്ചിരിക്കുന്നത്, ഡിസൈൻ ചെയ്തേക്കുന്നത്? മാനേജിംഗ് ദ ഓപ്പറേഷൻസ് ഇൻ റണ്ണിംഗ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി നമുക്ക് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങള്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റല് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങള് കണ്ടോ? മാനേജിംഗ് ദ ഓപ്പറേഷൻ ഇൻ റണ്ണിംഗ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഓർ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങള് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റല് നല്ല രീതിയിൽ നടത്തണം, അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് നല്ല രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങളും മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും അല്ലെ? മിസ്റ്റേക്കുകൾ വരുന്നില്ല, പെട്ടെന്ന് ഫാസ്റ്റ് ആവും. ഇപ്പൊ അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയാ, ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസ്ചാർജ് ഒക്കെ ക്ലിയർ ചെയ്ത് വിടാം അല്ലെ? ഇതൊക്കെ നമുക്ക് ബില്ലിങ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഹോസ്പിറ്റല് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനാണ് അല്ലെ? ഒരു ഹോസ്പിറ്റല് നല്ല സുഗമമായിട്ട് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നല്ല രീതിയിൽ മാനേജ് ചെയ്തതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് HIS എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ സെക്കൻഡ് പാരഗ്രാഫിലെ ഫസ്റ്റ് സെന്റൻസ്. ഓക്കെ,
HIS as any other combined system need time for developing. നോക്കിയേ HIS എന്ന് പറഞ്ഞാൽ ഏതൊരു സിസ്റ്റത്തെ പോലെയാണെങ്കിലും HIS എന്ന് പറയുന്നത് മറ്റേതൊരു സംയോജിത സംവിധാനത്തെ പോലെ എന്ത് വേണം? നീഡ് ടൈം ഫോർ ഡെവലപ്പിംഗ്. അതിന് ടൈം വേണം അല്ലെ? നീഡ് ടൈം ഫോർ ഡെവലപ്പിംഗ്. അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടൈം വേണം. പിന്നെ നോക്കിയേ റിക്വയർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രൊഫഷണൽ സ്കിൽസ്. പല തരത്തിലുള്ള പ്രൊഫഷണൽ സ്കില്ലുകൾ, കഴിവുകൾ വേണം അല്ലെ? പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ നിർമ്മാണത്തിനും ഒക്കെ വേണ്ടിയിട്ട് നോക്കിയേ ഫോർ ഡെവലപ്മെന്റ് ആൻഡ് സോഫ്റ്റ്വെയർ പ്രൊഡക്ഷൻ ഉണ്ടോ? ആ നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സോഫ്റ്റ്വെയർ പ്രൊഡക്ഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള പ്രൊഫഷണൽ സ്കില്ലുകൾ വേണം. ആൻഡ് ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഏറ്റവും പ്രധാനപ്പെട്ട എന്ത് വേണം അവിടെ നമ്മൾ പറയാനായിട്ട് നമുക്ക് വേണ്ടത് കോസ്റ്റ്. അതിനു വേണ്ടിയുള്ള കോസ്റ്റ് വേണ്ടേ? ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഇറ്റ് കോസ്റ്റ് മണി ഫോർ ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റിനായിട്ടുള്ള ഒരു കോസ്റ്റ് മണി വേണം. ഇൻസ്റ്റലേഷൻ, ഓരോന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ, സപ്പോർട്ട്, ഓരോന്ന് അപ്ഗ്രേഡ് ചെയ്യുക എന്ന് വെച്ചാൽ നവീകരിക്കുക. നവീകരണത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പണം, നമുക്ക് അതിനുള്ള കോസ്റ്റും വേണം, കോസ്റ്റ് മണിയും വേണം. ഏതൊരു കമ്പൈൻഡ് സിസ്റ്റത്തെ പോലെ തന്നെ HIS എന്ത് വേണം? നീഡ് ടൈം ഫോർ ഡെവലപ്പിംഗ് എന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. As any other combined system, HIS need time for developing, requires special type of professional skills and for agreement for development and software production. So hospital development software production special type of professional skills വേണം. Most important ആയിട്ട് നമ്മൾ എന്ത് പറഞ്ഞേ? കോസ്റ്റ് മണി ഫോർ ഡെവലപ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ വേണം. ടൈം ഫോർ ഡെവലപ്പിംഗ്, റിക്വയർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രൊഫഷണൽ സ്കില്ല്, കോസ്റ്റ് മണി ഫോർ ഡെവലപ്മെന്റ്. ആ മൂന്നെണ്ണം അണ്ടർലൈൻ ചെയ്തിടുക. ഓക്കെ, ഡെവലപ്മെന്റ്, ഇൻസ്റ്റലേഷൻ, സപ്പോർട്ട് ആൻഡ് അപ്ഡേറ്റ്. ഇതിനുള്ള കോസ്റ്റ് മണി വേണം. ഇനി ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാ? എ ജനറൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് HIS ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, അത് വേറെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ ബെനിഫിറ്റ്സ് നേരെ ഇവിടെ പോയിന്റ് ആയിട്ട് തന്നെയാട്ടോ പറഞ്ഞേക്കണേ. ഫിഗർ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ആ പോയിന്റ്സ് പഠിച്ചാൽ മതി. അതിന്റെ ബെനിഫിറ്റ്സിന്റെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇൻക്ലൂഡ്സ്. ഏതൊക്കെയാണ് ആ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? ആർക്കെങ്കിലും ടെക്സ്റ്റിൽ ഉണ്ടോ? അതിന്റെ എന്തെങ്കിലും അവിടെ എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാനിവിടുത്തെ ടെക്സ്റ്റിലൊന്നും നോക്കണല്ലോ, ഇല്ലല്ലോ. ചിലർക്കിടയിലുണ്ട്, ചിലർക്കിടയിലില്ല. നമ്മൾ അന്ന് നാവിന്റെ ലാസ്റ്റ് സെക്ഷനിൽ ഒരു ചെറിയൊരു ടേബിൾ, അത് അത്ര ആവശ്യമുള്ളതല്ല. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ ഷെയർ ചെയ്തേക്കണേലോ നോട്ടിലോ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ആ ബെനിഫിറ്റ്സ് 4 പോയിന്റ് പഠിക്കണം. അത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടാണ് വേറെ ഡീറ്റെയിൽ ഒന്നും അവിടെ കൊടുത്തേക്കുന്നത്. അവിടെ പോയിന്റ് ആയിട്ട് തന്നെ അവരവിടെ പറഞ്ഞിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇൻക്ലൂഡ്സ്. ഇനി ഞാൻ ഇവിടെയുള്ള ടെക്സ്റ്റിൽ ഇവിടെ ഒന്ന് റെഫർ ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അവിടെ നോക്കാം. നോക്കിയേ, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഓഫ് എ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇൻക്ലൂഡ്സ്. എന്തൊക്കെയാണ് അവിടെ ബെനിഫിറ്റ്സ് പറഞ്ഞേക്കണേ? എഫിഷ്യന്റ് ആൻഡ് ആക്യുറേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫിനാൻസ്, ഡയറ്റ് ഓഫ് പേഷ്യന്റ്, എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കൽ എയ്ഡ്. It helps to view a broad picture of hospital growth. എന്താ ക്വസ്റ്റ്യൻ? എന്താ അവിടെ? പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ? ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇൻക്ലൂഡ് ഡാഷ് അങ്ങനെ ഇട്ട് ചോദിക്കാം കേട്ടോ. 1-2 പോയിന്റ് തരുമോ, ഒരു പോയിന്റ് തരുമോ, അതിന്റെ ഏതൊക്കെയാണ് ഓപ്ഷൻ ഇട്ട് അങ്ങനെ ചോദിക്കാം. അപ്പൊ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ? ഒന്നാമത് നോക്കിയേ, എഫിഷ്യന്റ് ആൻഡ് ആക്യുറേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫിനാൻസ്. ഫിനാൻസിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള് അതിന്റെ എഫിഷ്യന്റ് കാര്യക്ഷമവും, ആക്യുറേറ്റ് കൃത്യം. എഫിഷ്യന്റ് എന്ന് വെച്ചാൽ എന്താ? കാര്യക്ഷമം, എഫിഷ്യന്റ് ആയിട്ടുള്ള, ആക്യുറേറ്റ് കൃത്യമായിട്ടുള്ള ഭരണം. ഫിനാൻസിന്റെ എഫിഷ്യന്റ് ആൻഡ് ആക്യുറേറ്റ് അഡ്മിനിസ്ട്രേഷൻ.
വരണം. കിട്ടിയോ? നമുക്ക് എന്താ പറഞ്ഞേക്കുന്ന ബെനിഫിറ്റ്? നമ്മുടെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ വളരെ സേഫ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? ഇതൊരു വലിയൊരു കാര്യല്ലേ? അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഇതല്ല നമ്മളെ ഒരു ദിവസത്തെ തന്നെ ഹോസ്പിറ്റലിന്റെ ഒരു ഇൻകം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അത്രയും ഫിനാൻസുകൾ അഡ്മിനിസ്ട്രേഷൻ ഒരു ഭരണപരമായിട്ടുള്ള ഫിനാൻസ് കാര്യങ്ങൾ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ കൃത്യമായിരിക്കും അല്ലെ? അക്യുറേറ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഓരോ കണക്കും കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഫിനാൻസിന്റെ ഒരു കാര്യക്ഷമമായിട്ടുള്ളതും കൃത്യമായിട്ടുള്ള ഭരണം. Then efficient and accurate administration of finance, diet of patient, patientന്റെ ഭക്ഷണക്രമം, diet of patient, engineering and the distribution of medical aids വിതരണം ചെയ്യുക. ഇതിന്റെയൊക്കെ ഒരു കാര്യക്ഷമമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി നോക്കിയേ, ഇറ്റ് ഹാവ് ടു ഗിവ് എ ബ്രോഡ് പിക്ചർ ഓഫ് ഹോസ്പിറ്റൽ ഗ്രോത്ത്. പിന്നെ എന്താ ഹോസ്പിറ്റലിന്റെ ആ ഗ്രോത്ത് അല്ലെ? ഓരോ ദിവസവും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ, ഒരു വിശാലമായിട്ടുള്ള ഒരു ചിത്രം കാണാൻ നമുക്ക് എന്താ HIS സഹായിക്കുന്നു. ഇറ്റ് ഹാവ് ടു ഗിവ് എ ബ്രോഡ് പിക്ചർ ഓഫ് ഹോസ്പിറ്റൽ ഗ്രോത്ത്. ഹോസ്പിറ്റലിന്റെ ഒരു വിശാലമായിട്ടുള്ള വളർച്ച, അത് അതിന്റെ ഒരു ചിത്രം കാണാനായിട്ട് വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ്. അടുത്ത നോക്കിയേ, ഇംപ്രൂവ്ഡ് മോണിറ്ററിംഗ് ഓഫ് ഡ്രഗ് യൂസേജ് ആൻഡ് സ്റ്റഡി ഓഫ് എഫക്റ്റീവ്നെസ്. മരുന്നുകള്, ഇംപ്രൂവ്ഡ് മോണിറ്ററിംഗ് ഓഫ് ഡ്രഗ് യൂസേജ്, മരുന്നുകളുടെ ഉപയോഗം, അതിന്റെ നിരീക്ഷണം നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇംപ്രൂവ്ഡ് മോണിറ്ററിംഗ് ഓഫ് ഡ്രഗ് യൂസേജ്, അതായത് മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ മരുന്നുകളുടെ ഉപയോഗത്തിൽ ഉള്ള നിരീക്ഷണം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ നമുക്ക് വേറൊരു അഡ്വേഴ്സ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒന്നും കൂടാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മരുന്നുകളുടെ ഉപയോഗം നമുക്ക് സാധ്യമാക്കുന്നു. ആൻഡ് സ്റ്റഡി ഓഫ് എഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തിയെ കുറിച്ചുള്ള പഠനം, അത് നമുക്ക് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു. ഇംപ്രൂവ്ഡ് മോണിറ്ററിംഗ് ഓഫ് ഡ്രഗ് യൂസേജ് ആൻഡ് സ്റ്റഡി ഓഫ് എഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തി കുറിച്ചുള്ള പഠനം ഇതെല്ലാം നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ദിസ് ലീഡ്സ് ടു ദ, കണ്ടോ? അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ എന്താ, അഡ്വേഴ്സ് റിയാക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെ? മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് വരുന്ന പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. This leads to the reduction of adverse drug reaction while promoting more appropriate pharmaceutical utilization. അത് നമുക്ക് ആ ഫാർമസ്യൂട്ടിക്കൽ ഉപയോഗത്തിന്റെ കൂടുതൽ ഉള്ള ആ ഒരു ഉപയോഗത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. While promoting more appropriate pharmaceutical utilization, ഫാർമസ്യൂട്ടിക്കൽ ഉപയോഗത്തിന്റെ കൂടുതൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കാനും അല്ലെങ്കിൽ അതിന്റെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങള് ജസ്റ്റ് ഇപ്പൊ കുഞ്ഞിതാക്കി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാലും മതി കേട്ടോ. അപ്പൊ അതിനകത്ത് ഫസ്റ്റത്തെ നമുക്ക് എന്താണ്, ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് ഓഫ് ഡ്രഗ് യൂസേജ് ആൻഡ് സ്റ്റഡി ഓഫ് എഫക്റ്റീവ്നെസ്, അത്രയൊന്നും ഒരു പോയിന്റ് ആക്കി നമുക്ക് കുഞ്ഞിതാക്കി നോക്കി വെക്കാം. അപ്പൊ നമുക്ക് ഓർമ്മ കിട്ടും. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ യൂട്ടിലൈസേഷൻ, നമുക്ക് അതിന്റെ ഉപയോഗം നമുക്ക് പരമാവധിയാക്കാം, അതിനെ പ്രോത്സാഹിപ്പിക്കാനും പറ്റും. അടുത്തൊന്ന് നോക്കിയേ, എൻഹാൻസ് ഇൻഫർമേഷൻ ഇന്റഗ്രിറ്റി റെഡ്യൂസസ് റെക്കോർഡിംഗ് ഇറേഴ്സ്. കണ്ടോ, ഇതൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാ. നമുക്ക് എന്താ, ഇററുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എൻഹാൻസ് ഇൻഫർമേഷൻ ഇന്റഗ്രിറ്റി എന്ന് വെച്ചാൽ സമഗ്രത, വിവരങ്ങളുടെ ആ ഒരു ഇന്റഗ്രിറ്റി, സമഗ്രത നമുക്ക് വർദ്ധിപ്പിക്കാൻ, എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കാൻ പറ്റുന്നു. ദെൻ പിന്നെ അതിന്റെ ഒപ്പം തന്നെ റെഡ്യൂസസ് റെക്കോർഡിംഗ് ഇറേഴ്സ്, ഈ ഇററുകൾ റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് ഇററുകൾ വരുന്നത്, മെഡിക്കൽ ഇററുകൾ ഉണ്ടാകുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു. ആൻഡ് റെഡ്യൂസ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ എൻട്രീസ്, ഈ നമുക്ക് ഇരട്ടിപ്പ്, ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പ്,
ഇരട്ടിപ്പ് നമുക്ക് കുറയ്ക്കാൻ പറ്റണം. അതായത് ഇൻഫർമേഷൻ എൻട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യൂലേ, രജിസ്റ്റർ ചെയ്യുക, അതാണ് ഇൻഫർമേഷൻ എൻട്രീസ് എന്ന് പറയുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഡ്യൂപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മളൊരു രജിസ്റ്റർ ചെയ്തു അവിടെ എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെല്ലുമ്പോൾ നമുക്ക് MRD നമ്പറോ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ സോഫ്റ്റ്വെയറിലേക്ക് കയറി കഴിഞ്ഞാൽ ഓൾറെഡി ആ ഒരു പേഷ്യന്റ് നമുക്ക് ഇവിടെ എന്താ പറയാ സിസ്റ്റത്തിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ, ഇവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രജിസ്ട്രേഷന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. നമുക്കിപ്പോ എഴുതിയ ബുക്കൊക്കെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ഫയലുകളൊക്കെ ഇപ്പൊ കുറെ വർഷം കഴിയുമ്പോൾ ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഫയലുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ സ്റ്റോറിലേക്ക് വേണമെങ്കിലൊക്കെ മാറ്റിയിടാം. അപ്പൊ പുതിയതായിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പൊ ഇവിടെ എന്താ HIS ഉപയോഗിക്കുന്നത്, അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ രജിസ്ട്രേഷന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലെ, ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പിന്നെ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇൻഫർമേഷൻ എൻട്രീസ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യുന്നത്. അതിന്റെ ആ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം, റെഡ്യൂസ് ചെയ്യാം, കുറയ്ക്കാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇററുകളില് റെക്കോർഡിംഗ് ഇററുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഹോസ്പിറ്റൽ ലാസ്റ്റ് പോയിന്റിൽ എന്താ, ഹോസ്പിറ്റൽ സോഫ്റ്റ്വെയർ ഈസ് ഈസി ടു യൂസ്. കണ്ടോ, ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണ്, ഈസി ടു യൂസ് ആൻഡ് എലിമിനേറ്റ് എറേഴ്സ് കോസ്ഡ് ബൈ ഹാൻഡ് റൈറ്റിംഗ്. ഹാൻഡ് റൈറ്റിംഗ് മൂലം ഉണ്ടാകുന്ന ഇററുകൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യാനും പറ്റും. കണ്ടോ, ഈസി ടു യൂസ്. ഒരു 10 ഫയൽ കൊണ്ടു നടക്കണോ, 10 റെക്കോർഡ് കൈ പിടിച്ച് കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് ഒരു സിസ്റ്റം മതി അല്ലെ. ഹോസ്പിറ്റൽ സോഫ്റ്റ്വെയർ ഈസ് ഈസി ടു യൂസ്, ഉപയോഗിക്കാൻ നമുക്ക് എളുപ്പമാണ് അല്ലെ, നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ആൻഡ് എലിമിനേറ്റ് എറർ കോസ്ഡ് ബൈ ഹാൻഡ് റൈറ്റിംഗ്. പിന്നെ നോക്കിയേ, ഹാൻഡ് റൈറ്റിംഗ് മൂലം ഉണ്ടാകുന്ന എററുകൾ കുറയ്ക്കാനും പറ്റുന്നു. അതും ഒരു ഇമ്പോർട്ടന്റ് ആട്ടോ. നമ്മൾ എഴുതുന്ന ചിലരൊക്കെ എഴുതുന്ന ഒരു ലെറ്റേഴ്സ് നമുക്ക് വായിക്കാൻ പറ്റില്ല അല്ലെ, നമുക്ക് എഴുതി വെക്കുന്ന റെക്കോർഡിൽ എഴുതുന്ന പലരുടെയും പല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. അപ്പൊ അവര് എഴുതുന്ന ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ ചിലപ്പോൾ വായിക്കുന്നതിൽ മിസ്റ്റേക്ക് വന്നിട്ട് വല്ല എററുകളും സംഭവിക്കാം. ഇതെന്ന് പറഞ്ഞാൽ നേരെ സിസ്റ്റത്തിൽ കിടക്കുന്ന സാധനമാണ് അല്ലെ, നമുക്കൊരു ഹാൻഡ് റൈറ്റിംഗിന്റെ പ്രശ്നമൊന്നും അവിടെ വന്നില്ല. നമുക്ക് നേരെ നല്ല നമ്മളിപ്പോ ഇവിടെ ഷെയർ ചെയ്തിട്ടേക്കണം നോക്കിയേ. ഇപ്പൊ ഞാൻ എഴുതിയേക്കുന്ന ആണെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് എല്ലാരും നമുക്ക് വായിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതിപ്പോ വളരെ ക്ലിയർ അല്ലേ, നമ്മൾ ഈ സിസ്റ്റത്തിൽ കിടക്കുന്ന ഷെയർ ചെയ്തിട്ടേക്കുന്ന ഇത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് തന്നെയാണ് അല്ലെ, കയ്യിലിരിക്കുന്ന ആ ടെക്സ്റ്റ് തന്നെയാണ് ഇത്. അപ്പൊ നേരെ ക്ലിയർ ആണ് നമുക്ക്. അതുകൊണ്ട് ഹാൻഡ് റൈറ്റിംഗ് മൂലം ഉണ്ടാകുന്ന പിശകുകള് അതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയാണ് ബെനിഫിറ്റ്സ്. ബെനിഫിറ്റ് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അത് ഇമ്പോർട്ടന്റ് തന്നെ എഴുതി വെച്ചേക്കുക. എളുപ്പമല്ലേ, ഓർത്തിരിക്കുക എളുപ്പമുള്ളതല്ലേ. Okay, hospital software is easy to use and eliminate errors caused by handwriting. Handwriting മൂലം ഉണ്ടാകുന്ന എററുകൾ നമുക്ക് കുറയ്ക്കാനും പറ്റും, ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അത്രയാണ് ബെനിഫിറ്റ്സ്. അടുത്തത്, new technology computer system gives perfect performance to pull up information from server to or cloud server. Hospital information system software new technology computer system gives a perfect performance to pull up information from server or ക്ലൗഡ് സെർവേഴ്സ്. സെർവറിൽ നിന്നോ അല്ലെങ്കിൽ ക്ലൗഡ് സെർവറുകളിൽ നിന്നോ ഉള്ള മികച്ച പ്രകടനം, മികച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ഒരു പെർഫോമൻസ്, ഒരു പ്രകടനം നൽകുന്നു. അതായത് സെർവറിൽ നിന്നോ അല്ലെങ്കിൽ എന്താന്ന് പറയാം കേട്ടോ, സെർവറിൽ നിന്നോ അല്ലെങ്കിൽ ക്ലൗഡ് സെർവറുകളിൽ നിന്നോ ഉള്ള നമുക്കൊരു വിവരങ്ങൾ നല്ല രീതിയിൽ നമുക്ക് ശേഖരിക്കാൻ പറ്റും. ന്യൂ ടെക്നോളജി കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് തന്നെ അല്ലെ. ഇപ്പൊ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുള്ള പുതിയ പുതിയ ടെക്നോളജി നമുക്ക് നമുക്ക് ആ സെർവറിൽ നിന്ന് അല്ലെങ്കിൽ ക്ലൗഡ് സെർവറിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ശേഖരിക്കാൻ പറ്റും. നോക്കിയ സെർവർ എന്ന് പറഞ്ഞ സെർവറുകള് പഠിച്ചിട്ടുണ്ടാവല്ലോ, IT ഇതിനകത്ത് സെർവറും ക്ലൗഡ് സെർവറുകളും. ഒരു സെർവർ എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിലൂടെയോ അതായത് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ഡേറ്റ സർവീസ് അല്ലെങ്കിൽ പ്രോഗ്രാമുകളൊക്കെ നൽകുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം ആണ് സെർവർ എന്ന് പറയുന്നത്.
ഒരു നെറ്റ്വർക്കിലൂടെ മറ്റു കമ്പ്യൂട്ടറിലേക്ക്, ഇന്റർനെറ്റ് ഒക്കെ നമ്മൾ പറയൂലേ, അതായത് ഒരു കമ്പ്യൂട്ടർ, ഒരു നെറ്റ്വർക്ക്, ആ ഒരു നെറ്റ്വർക്കിലൂടെ നമുക്ക് മറ്റുള്ള കമ്പ്യൂട്ടറിലേക്കൊക്കെ ഇൻഫർമേഷൻ, ഡേറ്റ, സർവീസ്, പ്രോഗ്രാം ഒക്കെ നൽകുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആണ് സെർവർ എന്ന് പറയുന്നത്. ഇനി ക്ലൗഡ് സെർവർ എന്ന് പറഞ്ഞാൽ ആ ക്ലൗഡ് ആയിട്ടുള്ള ഒരു പരിസ്ഥിതിയിൽ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പരിസ്ഥിതിയിൽ പ്രവർത്തിക്കുന്ന സെർവറുകളാണ്, വെർച്വൽ സെർവറുകളാണ് ക്ലൗഡ് സെർവർ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇത്രയും നിങ്ങൾ നോക്കാം, ഇപ്പൊ നമ്മളിവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം, അപ്പൊ ഇതിൽ ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തു, അതിന്റെ നേരെ അപ്പം തന്നെ നമുക്ക് നേരെ അവിടെ ഫാർമസിയിലേക്ക് ഏത് മരുന്നാണ് ഡോക്ടറോട് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആ നെറ്റ്വർക്ക് കൂടെ തന്നെ നമുക്ക് അവിടെ അവൈലബിൾ ആണ് അല്ലേ? നമുക്ക് അവിടെ നിന്ന് നമുക്ക് ആ ഇൻഫർമേഷൻ അവിടെ നേരെ കിട്ടും, അവിടെ നിന്ന് നമുക്ക് നേരെ ചെന്നാൽ മതി. അല്ലാതെ നമ്മൾ വേറെ ലെറ്റർ കൈ പിടിച്ചോണ്ടോ അല്ലെങ്കിൽ നമുക്ക് കുറിപ്പടി നമ്മുടെ കൈ പിടിച്ചൊന്നും നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നേരെ അങ്ങനെ നമുക്ക് ആ മെസ്സേജുകള്, നമുക്ക് ഡേറ്റ, സർവീസുകള് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഷെയർ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് എന്താ നല്ല വിവരങ്ങള് നമുക്ക് ലഭിക്കുന്നതിനുള്ള ഒരു നല്ലൊരു പ്രകടനം ന്യൂ ടെക്നോളജി കമ്പ്യൂട്ടർ സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ അതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ ആണ് കേട്ടോ, എളുപ്പമാണിത്. നമ്മളെല്ലാം ചെയ്യുന്നതും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴുള്ളതും നമുക്ക് രജിസ്റ്റർ ചെയ്യൂല, ആദ്യം തന്നെ നമ്മൾ ചെന്ന് രജിസ്ട്രേഷൻ ചെയ്യണേ അല്ലെ, രജിസ്റ്റർ ചെയ്യണം. അപ്പൊ നമുക്ക് ഒ പി ഡിയിൽ ചെന്നിട്ട് നമുക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ തരും അല്ലെ, രജിസ്ട്രേഷൻ നമ്പർ. നമുക്കത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇനി നോക്കി അതിന്റെ ഹെഡിങ് ഒന്ന് നോക്കാം. Structuring medical record to carry out the functions like admission, discharge, treatment history, etc. Structuring medical record to carry out functions. ഏതൊക്കെ functions ആ നമുക്ക് അത് carry ചെയ്യുന്നതൊക്കെ? Admission, discharge, ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് മെഡിക്കൽ റെക്കോർഡ് രൂപപ്പെടുത്തുന്നു. സ്ട്രക്ചറിങ് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ എന്തിനാ മെഡിക്കൽ റെക്കോർഡ്? ഏതൊക്കെ ഫങ്ഷൻസ് നിർവഹിക്കുന്നില്ല? സ്ട്രക്ചറിങ് മെഡിക്കൽ റെക്കോർഡ് ടു ക്യാരി ഔട്ട് ഫങ്ഷൻസ് ലൈക്ക് ഡാഷ്. ഏതൊക്കെ ഫങ്ഷൻസ് അവിടെ പറഞ്ഞേക്കുന്നത്? കുറെ ഉണ്ട്. ഇതിന് മൂന്നെണ്ണം നമുക്ക് അഡ്മിഷൻ ഉണ്ട്, ഡിസ്ചാർജ് ഉണ്ട്, ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി എക്സെട്ര തുടങ്ങിയ പ്രവർത്തനങ്ങൾ, അഡ്മിഷൻ, ഡിസ്ചാർജ്, ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് മെഡിക്കൽ റെക്കോർഡ് രൂപപ്പെടുത്തുന്നു. അണ്ടർലൈൻ ചെയ്തോ? അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. ഇനി അതിനകത്ത് ഫസ്റ്റത്തെ ഫംഗ്ഷൻ ആണ് കേട്ടോ HIS, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതിന്റെ ഒരു ഫംഗ്ഷൻ ആണ്, ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് ഇവിടെ പറയുന്നത് പേഷ്യന്റ് രജിസ്ട്രേഷൻ. ഇതാണ് patient registration. The function of hospital management information system deal with registering the new patient. Underline ചെയ്തിട്ടേ. അപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പേഷ്യന്റ് രജിസ്ട്രേഷൻ എന്ന ഫംഗ്ഷൻ എന്ത് ഡീൽ ചെയ്യുന്നു? രജിസ്റ്ററിംഗ് ദ ന്യൂ പേഷ്യന്റ്. രജിസ്റ്ററിംഗ് the new patient either for OPD or IPD. OPD യിലേക്കോ അല്ലെങ്കിൽ IPD യിലേക്കോ പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ ആണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പേഷ്യന്റ് രജിസ്ട്രേഷൻ എന്ന ഫംഗ്ഷൻ. അതിന്റെ ഫംഗ്ഷൻ ആണ് പേഷ്യന്റ് രജിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പേഷ്യന്റ് രജിസ്ട്രേഷൻ ഫംഗ്ഷൻ എന്ത് ഡീൽ ചെയ്യുന്നു? deals with the registering the new patient either for OPD or IPD. OPD യിലേക്കോ അല്ലെങ്കിൽ IPD യിലേക്കോ പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നു? രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഈ പേഷ്യന്റ് രജിസ്ട്രേഷൻ എന്നുള്ളത്. ഏതിന്റെ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പേഷ്യന്റ് രജിസ്ട്രേഷൻ ഫംഗ്ഷൻ. കിട്ടിയത്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പേഷ്യന്റ് രജിസ്ട്രേഷൻ എന്ന ഫംഗ്ഷൻ എന്ത് ഡീൽ ചെയ്യുന്നേ? registering the new patient either for OPD or IPD and giving a unique identification number to the patient. അവിടെ ഒരു രജിസ്ട്രേഷൻ നമ്പറും കൊടുക്കും, പിന്നെ OP നമ്പർ ഇല്ലേ
അല്ലെ? ഒ പിയിലെ 10ാമത്തെ നമ്പർ നമ്മൾ വിളിച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് പറയും ഒ പി നമ്പർ ഇത്ര നമ്പർ എന്നുള്ളത് ഒരു നമ്പർ തരും അല്ലെ? അത് കൂടാതെ ആൻഡ് ഗിവിംഗ് എ യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ടു ദ പേഷ്യന്റ്. പേഷ്യന്റ് ഐ ഡി തരൂലേ? യൂണിക് ഐഡന്റിഫിക്കേഷൻ MRD നമ്പർ എന്ന് പറയുന്ന അല്ലെ? അതായത് ആ നമ്പർ പിന്നെ നമ്മുടെ കാർഡില് അത് നമുക്ക് ചിലപ്പോ 2 ഇത് വരാം, ആൽഫബറ്റ്സും വരാം, ന്യൂമറിലും കൂടി ചേർന്നിട്ട് വരാം. പിന്നത് എന്നിട്ട് ഇന്ന നമ്പർ, അല്ലെ യെസ് ഇത്ര നമ്പർ, അല്ലെങ്കിൽ നമുക്ക് വെറുതെ നമ്പറുകൾ കുറച്ച് നമ്പറുകളായിട്ടാണെങ്കിലും തരാം. അതാണ്. പിന്നെ ഞാനിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് എന്റെ പേര് പറയണ്ട, ആ MRD നമ്പർ, ആ നമ്പർ പേഷ്യന്റ് ID നമ്പർ അവിടെ കൊടുത്താൽ എന്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കിട്ടും അല്ലെ? ഓക്കെ, ഇപ്പൊ ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. പേഷ്യന്റ് രജിസ്ട്രേഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി നോക്കാം. അപ്പൊ നമ്മൾ ആ ലാസ്റ്റ് അണ്ടർലൈൻ ചെയ്തിട്ടത് വരെയും മെഡിക്കൽ റെക്കോർഡ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഫംഗ്ഷൻ ലൈക്ക് അഡ്മിഷൻ, ഡിസ്ചാർജ്, ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി എക്സെട്ര. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ. ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഈ ചാപ്റ്റർ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. ബേസ് ആയിട്ടുള്ളത് ബെനിഫിറ്റ്സ് ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കാം.